Hello everyone, welcome to season 2 of One on One with Midhila. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് ആരായിരിക്കും എന്നുള്ളതിൽ എനിക്ക് വലിയൊരു ഡൗട്ടൊന്നും ഇല്ലായിരുന്നു ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് മിലു ഓൺ ദ ഷോ. സോ അഡ്വക്കേറ്റ് മിലു ദണ്ഡപാനി, ഹീസ് ബീൻ ദ ലോയർ ഫോർ മോർ ദാൻ 20 years in Ernakulam High Court and 3 generations of lawyers. നമ്മുടെ കോൺവെർസേഷൻസ് ആർ എയ്തർ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഓർ ദാറ്റ് വുഡ് എംപവർ. സോ ഇന്നത്തെ ഒരു എംപവറിംഗ് കോൺവെർസേഷൻ ആയിരിക്കും. നിങ്ങൾ പലരും പാസ്റ്റ് 3 weeks ആയിട്ടുള്ള കേട്ടിട്ടുള്ള പേരുകളാണ് അതുല്യ, വിപഞ്ചിക. ഈ കുട്ടികളൊക്കെ ദേ വർ സഫറിങ്, ദേ വാണ്ടഡ് സം ആൻസേഴ്സ്. ഇപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലേ അങ്ങനത്തെ കുട്ടികൾ. സോ അവർക്കൊക്കെ ഉള്ള കുറച്ച് ആൻസേഴ്സും ഗൈഡൻസും എംപവറിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ആയിട്ടാണ് ഇന്ന് മില്ലു നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം മില്ലു ടു ദ ഷോ. Thank you for having me. Yes. It's a great privilege and I wish you all the very best for your season 2. Yeah. Midhila 2.0. താങ്ക് യു മിലു. നമ്മുടെ ഈ ഒരു ഷോയിൽ ഞാൻ ഇതിനു മുമ്പും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഇറ്റ് ഹാസ് ടു ബി ഏതർ എംപവറിങ് ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റോറീസ് ഇൻസ്പയറിങ് ആയിരിക്കണം എന്ന്. ഞാൻ ഇപ്പം നമ്മൾ കഴിഞ്ഞൊരു 2-3 ആഴ്ച മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന പേരുകൾ അതുല്യ അല്ലെങ്കിൽ വിപഞ്ചിക, ഈവൻ ജസ്റ്റ് എ ഡേ ബാക്ക് ഫാത്തിമ, ഓൾ ദ ഗേൾസ് ആർ കമ്മിറ്റിംഗ് സൂസൈഡ്. ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം ഇസ് ഡൗറി. ഈ ഡൗറീനെ പറ്റിയിട്ട് വൈ ഇറ്റ്സ് നോട്ട് ഗെറ്റിംഗ് സ്റ്റോപ്ഡ് എനിവേർ, അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇങ്ങനൊരു കല്യാണ ആലോചന വരുമ്പോൾ സ്ത്രീകൾ എന്ന നിലയിൽ ഹൗ ഷുഡ് ദേ ടേക്ക് ഇറ്റ് ഫോർവേഡ്? It's quite unfortunate and it's very sad that ഇപ്പോഴും ഇങ്ങനത്തെ, and especially അതുല്യൻ്റെ ഒരു when we see those clips it's disheartening, പക്ഷേ unfortunate. See, that is exactly what the social media is talking about or people are discussing. നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തൊട്ടേ എസ്പെഷ്യലി ഗേൾസിന് we should give that confidence to speak up, to make them realize, one, you have to speak up and so that you are actually protecting your life. Divorce is not a taboo anymore. You don't have to worry about the society, what they think. You need to protect yourself. So parents, rather than giving your dowry or giving all this luxury, first thing what they need to educate or tell the kids, as girls especially, is that have confidence to speak up, whatever it is. അത് ഈ സ്കൂളിൽ പോകുമ്പോൾ തന്നെ, because unfortunately നമ്മുടെ ഇവിടെ ഇപ്പോൾ when you're traveling somebody does a ETC അല്ലെങ്കിൽ ബസ്സിൽ ഇൻസിഡൻസ്, ഇതൊക്കെ വീട്ടിൽ വന്ന് പറയാനുള്ള ധൈര്യം വേണം. അത് ബിക്കോസ് പിള്ളേർക്ക് ധൈര്യം വരണമെങ്കിൽ നമ്മളത് റെസ്പോണ്ട് ചെയ്യണം പാരൻസ് ആയിട്ട്, അല്ലെങ്കിൽ അത് വി ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് സെൻസ് ആൻഡ് ടെൽ ദം വി ഹാവ് ലോ, വി ഹാവ് മീൻസ് ടു പ്രൊട്ടക്റ്റ് യു എന്നുള്ളത്. ഏതൊരു പേഴ്സണും ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊട്ടക്ഷനാണ്. അതെ, ആ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വീട്ടിൽ എനിക്ക് എൻ്റെ ഫാദർ ഉണ്ടെന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ മദർ ഇസ് ദെയർ ടു സ്പീക്ക് ഫോർ മീ എന്ന് അറിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ധൈര്യം. വാട്ട് ഡു ദേ ഡു? ദേ കം ബാക്ക് ഹോം ആൻഡ് ടെൽ അസ് ദ ഫസ്റ്റ്. അവിടെ നമ്മൾ അത് ഇൻകൾട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഐ ഫീൽ വലുതായാലും ദേ ആർ റെഡി ടു റെസിസ്റ്റ് സച്ച് തിങ്സ്. അപ്പോൾ ദേ വിൽ ഓപ്പൺ അപ്പ്. ദേ വിൽ ഇപ്പം ഇനി അച്ഛനമ്മനെ വിഷമിക്കുമെന്ന് വിചാരിച്ചാൽ അറ്റ്ലീസ്റ്റ് ഓപ്പൺ അപ്പ് ടു യുവർ ഫ്രണ്ട്സ്. Have a confident one person who you can share things with. Start there. അത് ചെറുപ്പത്തിലെ അവർക്ക് മനസ്സിലായാൽ it will be easier for them. Now if you go to law, in India dowry is banned. Correct. There is an abolition act, but still it persists. That's because maybe parents feel that എനിക്ക് എൻ്റെ മക്കൾക്ക് മോൾക്ക് സ്വർണ്ണം എത്ര കൊടുക്കണം, അല്ലെങ്കിൽ കാർ കൊടുക്കണം, വീട് കൊടുക്കണം. ഫൈൻ, കൊടുത്തോ. പക്ഷെ അതൊക്കെ മോൾക്ക് സ്നേഹത്തോടെ. പക്ഷെ അതിന് കൂടെ ഉപരിയായിട്ട് ചെയ്യേണ്ട വെച്ചാൽ മോൾക്ക് അത് കൊടുക്കണ കൂടെ തന്നെ അവർക്ക് ആ ധൈര്യം കൊടുക്കണം. ഇതും വെച്ച് ഇനി അവർ വരുവാണെങ്കിൽ യു ഷുഡ് റെസിസ്റ്റ് ഇറ്റ് എന്നുള്ള കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോ വരുന്നുള്ളൂ. only if you speak up court can do justice. Correct, yeah. or for that matter പോലീസിനും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. if you don't, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയല്ലേ, unfortunate. Because you're talking about a life of a person or individual. അത് പ്രൊട്ടക്ട് ചെയ്യണേ we all have to be there to protect that person.
ഈ നമ്മളിപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഗിഫ്റ്റ്സ് എന്നോ ഡൗറിന്നോ വാട്ട് എവർ ടേംസ് യു ആർ യൂസിങ്, ഈ കല്യാണം കഴിച്ചു പോകുന്ന കുട്ടിക്ക് ഇതിൽ എത്രത്തോളം റൈറ്റ്സ് ഉണ്ട്? അത് ആ കുട്ടിയുടെ മാത്രം, ഇപ്പോൾ നമ്മളൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ, നമ്മളൊക്കെ ചെറുതല്ലേ കല്യാണം കഴിച്ച് കൊടുത്ത് വിടുകയാണ്, കൊടുത്ത് വിട്ട് കഴിഞ്ഞു, ഇനി നിൻ്റെ അല്ല അവൻ്റെയാണ്, സോ ഹീ ക്യാൻ ടേക്ക് ഇറ്റ്, ഹീ ക്യാൻ ഡു വാട്ട് എവർ ഹീ വാണ്ട്സ് എന്നുള്ളൊരു തോന്നലാണ്. അത് ജനറലി നമ്മൾ സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. വാട്ട് ഈസ് സംതിങ് എ ഗേൾ ഷുഡ് നോ? വെൽ, കല്യാണം കഴിച്ച് ഇഫ് പാരൻസ് ആർ ഗിവിങ് യു ഇത്ര സ്വർണം അല്ലെങ്കിൽ ഒരു കാർ, ഇറ്റ്സ് ഓൾ യോസ്. അതാദ്യം മനസ്സിലാക്കുക. ദി മെൻ ഓഫ് ഫോർ ദ മാറ്റർ ദി ഗ്രൂം ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇത് തരണത് അവരുടെ മോൾക്കാണെന്നുള്ളത്. അതെനിക്ക് മറിക്കാനോ അത് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ I would say that he's blessed because she's permitting him. Why is that? After, if there is we end up in a divorce, the court directs them to give back all the gold, all the money, because that belongs to that girl. Correct. Parents are kutti koduthaanu. Appa adu it's hers. Adu it's her, that from beginning onwards, or rather adana nammal eppozhum we say എപ്പോഴും ഒരു കല്യാണത്തിന് മോളെ പഠിപ്പിക്കണം, മോളെ നന്നായി ചെയ്യണം പറയുമ്പോൾ ആ വീട്ടിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ മോനെയും പഠിപ്പിക്കണം. അത് യു ആർ നോട്ട് എൻടൈറ്റിൽഡ് ഫോർ ഒരു ഡൗറി. ഇഫ് യു നീഡ് ടു അച്ചീവ് സംതിങ് യു ടു വർക്ക് ബൈ യുവർ സെൽഫ്, യു നീഡ് ടു പുട്ട് യുവർ ഹാർഡ് വർക്ക്, ലേൺ എന്നുള്ളത്. കൂടാതെ അവർ തന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹേഴ്സ്, യു ഹാവ് നോ റൈറ്റ് ഓവർ ഇറ്റ്. ഇറ്റ്സ് ഹർ പാരൻസ് ഹു ആർ ഗിവൺ. മേ ബി because how you are, what good person you are, they have a confidence in you that you will not misuse it. ആ ധൈര്യത്തിൽ അവർ തന്നു വിടണം. അത് യു കാൺ ക്ലെയിം ആസ് സെയിങ് ദാറ്റ് ഇറ്റ്സ് യുവർ റൈറ്റ്. ഏതൊരു കേസ് കാണിച്ചു തരാൻ പറ്റുമോ? എനി പ്രസിഡൻറ്റ് ടു ഷോ ദാറ്റ് ഡൗറി കൊടുത്ത പൈസ അവർ വെച്ചോ, ഹസ്ബൻഡ് വെച്ചോ? നോ, യു ഡോണ്ട് ഹാവ് എ റൈറ്റ്. ദാറ്റ് ഇസ് വൈ law or the court looks, when a judgment is rendered or an order said, is directed to give back. So it is girl's right, because your parents are given, nobody else has a right over it. Well, in-laws or husband can keep it in a locker, safeguard it. അത്രേ ഉള്ളൂ. ഈ ഡൗറിയുടെ പ്രശ്നത്തിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് അബ്യൂസ്. കാശ് ഇനിയും വേണം എന്ന് പറഞ്ഞ് കുട്ടികളെ തല്ലുന്നു, അതല്ലെങ്കിൽ വേർബലി ഒരുപാട് രീതിയിൽ തെറി വിളിക്കുന്നു. ഇതൊക്കെ നമ്മളൊരു കേസ് നടത്തണമെങ്കിൽ, കേസായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനൊക്കെ പ്രൂഫ് വേണോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കില്ലല്ലോ ചിലപ്പോൾ, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സർട്ടൻ കൈൻഡ് ഓഫ് ക്രൂവൽറ്റി. See, cruelty is defined in different ways. Abuse is different. അതേപോലെ physical abuse is different. Correct. Physical abuse, if you have an evidence, മേത്ത് ഒരു എന്തെങ്കിലും മാർക്സ് ഉള്ളതുകൊണ്ട്, you can go to the police or you can file a case and say that I've been physically abused. Verbally abusing it amounts to cruelty. So it is another extended form of cruelty. So adina, if you have undergone something, if you have an evidence, that helps you. Evidence illa nu parayna mindarikenda കാര്യമില്ല. You don't have to be quiet about it. You can approach the authority. You can approach, ഇപ്പോൾ എത്ര forums ഉണ്ട്. You can go to an NGO. For example, we have a NGO called Raga Society. It is ഇത് നമ്മുടെ കേരള based ആണോ? ഓ ഓക്കെ. It is where I'm also part of it. ഞങ്ങൾ we protect, our main intention is to abolish dowry. It's no to dowry. Say no to dowry is our tagline. So people who want assistance, they can call us. അവരുടെ ആ രാഗ സൊസൈറ്റിനെ വിളിക്കാം. They help you. So see, first thing what we try to do is we try to calm that person. If it's required, we give them a therapy to understand, to realize. Only then they'll come out with more facts. കുറേക്ക് പേടിയാണ്, അതുകൊണ്ട് അവർ they'll not open up. Correct. To give them that assurance that we are there. I know you have to do, we'll connect them with some life coach. They speak to them, they become at ease to open up. അത് കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ പുറത്തേക്ക് വരും. അത് കഴിയുമ്പോൾ തന്നെ we can take action. അല്ലെ if we see that, we feel that okay, ഇത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ്, അല്ലെ it's a degrees high ആണെങ്കിൽ we go straight, we make them file a case. See, എല്ലാവർക്കും വേറൊരു പേടിയുള്ളത് കുറേ ടൈം എടുക്കും. ടൈം ലൈൻ, ഇറ്റ്സ് ട്രൂ, കോർട്ടിൽ ടൈം എടുക്കാം. സെക്കൻഡ്, ഫൈനാൻഷ്യൽ, അയ്യോ ഇത് കുറേ എനിക്ക് ഒരു എന്താ പറയുക ലൈബിലിറ്റി ആവുന്നുള്ള. NGOs are there.
there is a district legal service authority in the court. DLSA അവിടെ പോയാൽ അവരും ഹെൽപ്പ് ചെയ്യും, നേരെ കോർട്ടിലേക്ക് കേസ് കൊടുക്കും. സോ there are forums, you need to explore it. അത് നമ്മൾ we should എന്താ പറയുക spread that message so that people are aware of it. ഈ ഫോറംസിലേക്കൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി പോയി ചെയ്യണോ അല്ലെങ്കിൽ ഓൺലൈനോ ഫോൺ നമ്പേഴ്സോ അങ്ങനെ വല്ലതും ഉണ്ട്? Yeah, phone numbers is there, email ഉണ്ട്, you can mail them, you can call them. ഇപ്പം see, even to a police you don't have to go, you can just mail the police. And email IDs are available when you just Google it. അതിൽ കിട്ടും. ഇപ്പോൾ ഏത് ജൂറിസ്ഡിക്ഷനാണ്, ഇപ്പോൾ എറണാകുളം ജൂറിസ്ഡിക്ഷൻ ആണെങ്കിൽ കമ്മീഷണർ പോലീസ്, അപ്പോൾ അല്ലെങ്കിൽ ഇഫ് യു ആർ ലിവിങ് ഇൻ ദി സെൻട്രൽ ഓഫ് എറണാകുളം, സെൻട്രൽ പോലീസ് സ്റ്റേഷൻ്റെ ഇമെയിൽ ഐ ഡി ഇട്ടും ACPക്ക് മെയിൽ ചെയ്യാം. അവരപ്പം തന്നെ അക്നോളജ് തരും. അവർ 2 ദിവസത്തിനുള്ളിൽ ദേ വിൽ സ്റ്റാർട്ട് ടേക്കിംഗ് ആക്ഷൻ ഓൺ ഇറ്റ്. സോ ഇപ്പം there is no breadth of communicating your issues with anyone. You have different forums. It's only that you should come out. അതാണ് പറഞ്ഞാൽ അവർക്ക് ആ കറേജ്, ആ കോൺഫിഡൻസ് വേണം. ഇതിൽ ഈ കോൺഫിഡൻസ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയണ ഒരു കുട്ടിയുണ്ട്. ഹർ ഹസ്ബൻഡ് ഇസ് ടോട്ടലി ആൽക്കഹോളിക്. ജോലിക്ക് പോയില്ല, പണിക്ക് പോയില്ല, ഇവർക്ക് വീട്ടിന് ചിലവിന് കൊടുക്കില്ല, കുടിച്ചു കഴിഞ്ഞാൽ വായ തോന്നുന്നു പറയും, കുറേ കാലം. സോ ഷീ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രഗിൾ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി കീപ്സ് ത്രെട്ടനിങ് ഹർ, വിട്ടുപോയി കഴിഞ്ഞാൽ ഞാൻ സൂസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്ത് കളയും. അതൊരു ത്രെട്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ പേടിച്ചു പോവും, ഇനി എന്ത് ചെയ്യും ഞാൻ കാരണം. സോ അങ്ങനെയൊക്കെ ഒരാൾ എന്തെങ്കിലും അങ്ങനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനി അബദ്ധവശാൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയാൽ ഈ ആളുടെ പേരിലേക്ക് കേസ് വരുമോ? ഇല്ല, ഇതിൽ കേസ് വരാം if he commits suicide. Then the investigation starts. Why do you need to wait till then? ആർക്കും ഇങ്ങനെ ഒരു ഇഷ്യൂ പോവുകയാണെങ്കിൽ intimate the police. Like he is threatening to commit suicide. Okay. You prefer a complaint is there. And you can tell the police, police അടുത്ത് അറിയിക്കാം, കേസ് ഇപ്പോൾ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ഒരു ഞാൻ അറിയിക്കുകയാണ്, കേസ് ഒരു രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മതി, FIR ഇടണ്ട, വേണമെങ്കിൽ അതും ചെയ്യാം. ഇല്ലെങ്കിൽ ഇനി വേണ്ട, അത്രയും ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്താ ചെയ്യുക, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ത്രെട്ടാണ്. പോലീസ് അയാളെ വിളിക്കും, വിളിച്ചിട്ട് they will try to send him to a de-addiction center. They will take appropriate steps to see that ഇത് വീട്ടിൽ നടക്കുമല്ലോ. എന്തൊക്കെ വന്നാലും അങ്ങനത്തെ ഒരു പേഴ്സണിന് ഒരു പുറത്തുനിന്ന് ഒരു അതോറിറ്റി ഒരു രീതിയിൽ അറിയിക്കുകയാണ് അല്ലെങ്കിൽ വോൺ ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് ഓൾസോ കോൺഷ്യസ് അബൌട്ട് ഇറ്റ്. അങ്ങനെ പിന്നെ ഹിൽ ബി ഇന്ന് വേണ്ട, ചിലപ്പോൾ നാളെ പോലും പോലീസ് ഇപ്പോൾ ഈ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവർ ദേ ആർ നോട്ട് ജസ്റ്റ് എന്താ പറയുക, ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻസ് ദേ ഡോണ്ട് കൺഫൈൻ ടു IPC and CRPC മാത്രമൊന്നുമല്ല, ദേ ആർ ഔട്ട് ദെയർ ഫോർ എവ്രി വൺ. ഐ ഹാവ് എക്സ്പീരിയൻസ്, ഐ ഹവ് സീൻ ഇറ്റ്. അപ്പം അവർ പറയാണ്, അപ്പം തന്നെ അവർ പറയും CI സർക്കിൾ ഇൻസ്പെക്ടർ എൻ്റെ നമ്പർ തരുന്നു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, നാളെ ഇഷ്യൂ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പോലീസിനെ വിടും. He may not come in the police uniform, he'll come in a mufti. Because അത് മറ്റാളിനും കൂടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ടാ. അതാണ് ഇപ്പോഴത്തെ ജനമൈത്രി പോലീസ്. They do a lot of things for the benefit of people. ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ്, ഞാൻ കാണുന്നതുകൊണ്ടാണ്. ഓക്കെ, അത് ഇതുപോലെ തന്നെ വരുന്നൊരു ഇതാണ്. നമ്മൾ ഓക്കെ നിനക്ക് വേണമെങ്കിൽ പോവാം, പക്ഷെ കുട്ടീനെ ഇവിടെ വെച്ചിട്ട് പോകണം, കുട്ടി എൻ്റെ റൈറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഇനി ആ കുട്ടിയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്ത് മാറി താമസിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ ഇവർ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു, അങ്ങനത്തെ പല രീതിയിൽ ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ മേ ബി സം പീപ്പിൾ ഡസൻറ്റ് വോണ്ട് ടു ഗെറ്റ് ഡിവോഴ്സ്ഡ്, ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിക്കണം എന്നും പറയണവരുണ്ടാവും. അപ്പോൾ വാട്ട് ഡു യു തിങ്ക്, ഇതിൻ്റെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്തായിരിക്കും? ശരിക്കും കോർട്ട് എപ്പോഴും അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ വായത്തോട്ട് അറിയണമെന്ന് അമ്മേൻ്റെ വാത്സല്യം സ്നേഹം വേണം. അപ്പോൾ എപ്പോഴും ഒരു അച്ഛൻ ഫസ്റ്റ് ചെയ്യേണ്ട അതാണ്. ഇഷ്യൂ ബിറ്റ്വീൻ യുവർ വൈഫ്, യു നീഡ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് എ കിഡ്. കുട്ടീനെ അമ്മ എടുത്ത് കൊടുക്കുക, വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആ ഒരു ജോലിയല്ല കടമ കളയണമല്ല. ബിക്കോസ് എന്തു വന്നാലും ഒരു കുട്ടിക്ക് അമ്മേൻ്റെ വാത്സല്യം വളരെ ആവശ്യമാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അദ്ദേഹം സമ്മതിക്കണില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് റെമഡി. കോർട്ടിൽ പോയിട്ട് ഗാർഡിയൻഷിപ്പ് ആക്ടിന് അടിയിൽ, ഗാർഡിയൻ വാർഡൻ ആക്ടിൻ്റെ അടിയിൽ ഫയൽ ചെയ്യാം, അല്ലെ കസ്റ്റഡി ഓഫ് ദ ചൈൽഡ് വയ്ക്കാം. വിസ്റ്റ് എ പെർമിഷൻ ഫോർ ഹിം ടു വിസിറ്റ്, സമയം പറഞ്ഞ ആ സമയത്ത് പറഞ്ഞാൽ വിസിറ്റേഷൻ റൈറ്റ്. ഇഫ് ഇറ്റ്സ് സെപ്പറേഷൻ ആണ്, ഇല്ലെങ്കിൽ ഈ സെപ്പറേറ്റ് ചെയ്യണില്ല, പക്ഷേ യു ലിവിങ് സെപ്പറേറ്റ് ബട്ട് യു വോണ്ട് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ചൈൽഡ്, ഇതേപോലെ ചെയ്യാം. അതുകൊണ്ട് പക്ഷേ the other side is if the mother happens to be, let's say, ഒരു പേഴ്സൺസ് ആൽക്കഹോളിക് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്,
അല്ലെങ്കിൽ ഇൻ മെനി അതർ വേസ് എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ court will look at the interest of the welfare of the kid. അതാണ് primary thing for the court is welfare of the kid. അപ്പോൾ ആ ഒരു സ്റ്റിൽ 7 ഒക്കെ വരെ കുട്ടിക്ക് എന്തായാലും അമ്മ. അപ്പോൾ ഇഫ് അമ്മ ഈസ് കേപ്പബിൾ, കോർട്ട് ഡെഫിനറ്റ്ലി വിൽ ഓൺലി സെൻഡ് വിത്ത് ദ മദർ. അത് നമ്മൾ ഫൈറ്റ് ചെയ്യണമല്ല, അത് നമ്മൾ വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് കുട്ടിക്ക് ആവശ്യമുള്ളതാണ്. അത് കഴിഞ്ഞ് അച്ഛൻ ഏതൊരു കുട്ടിക്കും ഞാൻ കണ്ടേക്കണത് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണത് ഇപ്പോൾ കേസുകൾ നടത്തുമ്പോൾ അതെ ധൈര്യത്തിന് അച്ഛനാണ്. ഒരു ഇഷ്യൂ വന്നാൽ അച്ഛനടുത്ത് പറയാം, അച്ഛനെ വിളിക്കാം. ആ ഒരു കംഫർട്ട് സോൺ കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുക്കണേ നമ്മളിത് ഈ ടഗ് ഓഫ് വാർ പാടില്ല. സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ കുട്ടി അതുകൊണ്ട് കേട്ടോ ഇല്ലാന്ന് ഞങ്ങൾ കാണണാണ്. ഇപ്പൊ എവറി ഡേ വാട്ട് വി സീ ഇൻ കോർട്ടേഴ്സ് വി ഫീൽ ബാഡ്. എന്നുവെച്ചാൽ ഒരു കുട്ടികളെ വലിക്കലും ചില ദിവസങ്ങൾ അവിടെ കുട്ടികൾ കരയണം വെച്ചേക്കുമ്പോൾ നമ്മൾ തന്നെ വി ഓൾ ഫീൽ അപ്സെറ്റ്. ലൈക്ക് ജഡ്ജസ് ഓൾസോ ഗോ അപ്സെറ്റ് വാട്ട് ടു ഡു എന്നുള്ള. പക്ഷേ യു ഹാവ് ടു ആക്ട്. അപ്പോൾ കുട്ടികളുടെ പേരിൽ ഒരിക്കലും വഴക്കിടരുത് എന്നാണ് ശരിക്കും. ഈ ഡിഫറൻസ് ഒപ്പീനിയൻസ് ബിറ്റ്വീൻ യു ആൻഡ് യു ടു. There was a good time where this happened. That person, the boy or a girl or the kid has come to this universe. You need to respect that. Difference happens between two individuals any time. അത് എപ്പോഴും ഉള്ളതാണ്, ഏത് വീട്ടിലാണെങ്കിലും. അപ്പം അത് റെസ്പെക്ട് ചെയ്ത് കുട്ടികൾക്ക് അതിനുള്ള കൊടുക്കുക. അതാണ് എപ്പോഴും നമ്മൾ പറയും, കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്കിടരുത്. ഇറ്റ് എഫക്ട്സ് എ കിഡ്. നോട്ട് ദാറ്റ് എവ്രി വൺ ഫോളോസ്. ഞാനും ഇപ്പോൾ ഫോളോ ചെയ്തിട്ടില്ല, എൻ്റെതും പലപ്പോഴും. പക്ഷെ അപ്പം പിന്നെ വെൻ യു റിയലൈസ്, വെൻ യു ലുക്ക് അറ്റ് വെൻ ഐ സീ മൈ ഡോട്ടേഴ്സ് ഫേസ്, ഐ റിയലൈസ് ഓ ഐ സേ സോറി ആൻഡ് ദെൻ യു നീഡ് ടു സ്റ്റോപ്പ് ഇറ്റ്. Because it affects them. Next stage of a school പോയിട്ട് she might tell her friends or teacher that yesterday ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. That's the way she is, opening up or saying nothing wrong. You can't stop her. പക്ഷെ കുട്ടികളുടെ വെൽഫെയർ എപ്പോഴും മനസ്സിൽ വെച്ചിട്ട് വേണം. If you have a difference opinion with your spouse, കുട്ടീനെ അപ്പോഴും നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്ത് മാറി താമസിക്കുക. കുട്ടീൻ്റെ കാര്യങ്ങൾ വിളിച്ചാൽ പോവുക, അങ്ങനെ ചെയ്യുക. അല്ല എനിക്ക് കുട്ടീനെ വേണം നിർബന്ധിച്ചിട്ട് ആ കുട്ടീനെ യു പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് ട്രോമ. അത് ട്രൈ ടു അവോയ്ഡ്. പിന്നെ അത്രയുണ്ടെങ്കിൽ കോർട്ട് ഇസ് ദെയർ. യു ട്രൈ ഇറ്റ് ഔട്ട്. കോർട്ട് വിൽ ഡിസൈഡ് ഹൂ ഇസ് ദ ബെസ്റ്റ് പാരന്റ് ഓർ ബെസ്റ്റ് പേഴ്സൺ ടു ലുക്ക് ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദ വെൽഫെയർ ഓഫ് ദ കിഡ്. അങ്ങനെ ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കോർട്ടിൽ ഇപ്പോൾ കേസസ് നടക്കുന്നു. ഇപ്പോൾ പാരൻസ് തമ്മിൽ കേസ് കഴിഞ്ഞിട്ടും വീണ്ടും ചില ഇഷ്യൂസ് ദേ കം അപ്പ് വിത്ത് ഇഷ്യൂസ് അല്ലേ. ചിലപ്പോൾ മെയിൻ്റനൻസ് കൊടുക്കാതെ നിർത്തിക്കളയും. ഇതിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞ് മെയിൻ്റനൻസ് നിർത്തും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ത്രീയുടെ സൈഡിൽ നമ്മളൊരു ടെക്കി സൂസൈഡ് കഴിഞ്ഞ ജാനുവരി കണ്ടായിരുന്നു. ബിക്കോസ് ദ ഗേൾ വാസ് ആസ്കിങ് ഫോർ മോർ ദാൻ വാട്ട് ഹീ കുഡ് പ്രൊവൈഡ്. സോ സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, ഈവൻ മെൻ ആർ ഗോയിങ് ത്രൂ a lot of issues. There are women who gets the divorce, takes all the money and the maintenance and keep asking for it. സോ ഇതിന് ഒരു ഫെയർ ഡീൽ ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആണിന് പെട്ടെന്ന് വയ്യാതെയായി, അല്ലെങ്കിൽ അവർ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഏജ് ആകുമ്പോഴത്തേനും പുള്ളിയുടെ റിട്ടയർമെൻറ്റ് ആയി കഴിഞ്ഞാലും ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം എന്നുണ്ടോ? വാട്ട് ഈസ് ദ ഡീൽ? There is no deal in this. The law says that even ഒരു healthy man, a man who can support, should take care of his wife. അതാണ് എൻ്റെ അത്. If he is unwell and he doesn't have income. I'm talking about post divorce. അതെ, ഡിവോഴ്സ് ആവണമെങ്കിലും ആ സമയത്ത് മെയിൻ്റനൻസ്. ബട്ട് ഹി ഈസ് അണ്ടർഗോയിങ് ലെറ്റ്സ് എ ഡയാലിസിസ് ഒരു once in or thrice in a week. He is not able to support, but she has got a means. Court will direct her to support the husband. Even after divorce? Yeah. Oh, okay. Maintenance കൊടുക്കാൻ പറയും. Okay. Because he is not able to take care. So she can't claim. അപ്പോൾ കോർട്ട് അത് ചെയ്തിട്ടുണ്ട്. So see, that's what there is. I will never say there's a strict formula. Every case depends on the facts of each case. That is where we come into our role starts. ഞങ്ങൾ ആ ഫാക്ട്സ് അനുസരിച്ചാണ് ഞങ്ങൾ കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യുക. ബേസ്ഡ് ഓൺ വിച്ച് വി ട്രൈ ടു സീ ദാറ്റ് ദ ക്ലയൻറ്റ് ഗെറ്റ്സ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഇപ്പം പഴയ പോലെ അല്ല. ഇപ്പം ലെറ്റ്സ് സേ ഒരു ലാസ്റ്റ് 3 years ആയിട്ട് ഐ ഹവ് സീൻ ലോട്ട് ഓഫ് ഡിഫറൻസ്. ലൈക്ക് പീപ്പിൾ കം ഓവർ ടു അസ് saying that we would go for a mutual. Perfect. But mutual sign ചെയ്യണ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, സൈൻ ചെയ്യാൻ വന്ന് അവർ രണ്ടുകൂടെ ഒരുമിച്ച് വന്ന് there's a point they just stopped. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, you want to think over it, do you need time? ഇല്ല I said don't rush it, take your time. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പം കൂടുതലും മ്യൂച്വൽ ആണ്, which is good. Yeah, correct. If you don't want to
proceed with that person, and if you think that's not the right partner, and if you want your own space rather than fighting or having a dispute with that person, go for a mutual and settle it. Court is encouraging to it because court also doesn't want ഇവരെല്ലാവരും വന്ന് കോടതിയിൽ നിന്ന് കാണണമെന്നും കോടതിക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ വന്ന് നിങ്ങൾ മ്യൂച്വൽ നേരത്തെ there was ഒരു ഇതുണ്ടായിരുന്നു ലൈക്ക് 1 year. ഇതിപ്പോൾ അതില്ല. യു ഹാവ് ടു ഷോ ദാറ്റ് ഇപ്പോൾ ഹിന്ദു ലോയിലാണ് 18 months യു ആർ സെപ്പറേറ്റ് എന്ന് കാണിക്കുക, എന്നിട്ട് സൈൻ ചെയ്യുക. 10th day തന്നെ ഇപ്പം മ്യൂച്വൽ ആവാറുണ്ട്. കോർട്ട് ഗ്രാൻസ് അല്ലെ 6 months അപ്പം തന്നെ അത് മാറ്റി അവർ ചെയ്യും. We had a matter where both the parties were abroad. So initially courts had to come. I said both the people to come, it's going to be a lot of expense, like 40 let's say Gulf എന്ന് പറയുമ്പോഴേക്കും you're spending around $1 lakh travel ചെയ്യാൻ. അപ്പോൾ രണ്ട് കൂട്ടരും അവരവർ എംബസിയിൽ നിന്ന് സൈൻ ചെയ്തു. ബിക്കോസ് വൺ പേഴ്സൺ വാസ് ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി ഇൻ അനദർ GCC, another the എന്താ പറയുക വൈഫ് വാസ് ഇൻ അനദർ ഇൻ ദുബായ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ we got them signed from the embassy. It was submitted before the court. Both were directed to appear before the court through online. Okay. And court asked whether you are agreeable or you don't want to proceed. No. What about you? No. See, that is the era now. അത് വരുമ്പോൾ I'm not saying it's so easy എന്നല്ല. It is where court also realized വെറുതെ എല്ലാവരും സോ ബേസിക്കലി ഇതിനൊക്കെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. പീപ്പിൾ ആ ടൂൾ യൂസ് ചെയ്താൽ മതി എന്ന് മാത്രം. സോ എനിക്ക് തോന്നുന്നു അവയർനെസ് ആണ് ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലേക്ക് വരേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? അവയർനെസ് ഉണ്ടായിട്ട് ഞാൻ പറയണത് ഡിവോഴ്സിന് പോകണമെന്നല്ല. അല്ല, കറക്റ്റ്. പക്ഷെ ഒരു ഇഷ്യൂവിൽ ബിക്കോസ് ഫോർ മീ ഐ വുഡ് ഓൾവേസ് നമ്മൾ പറയണ പോലെ ഡിവോഴ്സ് ഡോട്ടർ ഇസ് ബെറ്റർ ദാൻ എ ഡെഡ് ഡോട്ടർ. യാ, സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് കേസസ് വി ആർ സീയിങ്. നമ്മൾ കാണുന്ന കേസിൽ ഇപ്പോൾ കണ്ട കേസുകളിലാണെങ്കിലും പുറത്തുള്ള കുട്ടികളാണ്. ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് പുറത്ത് കൊണ്ടുപോയി ദേ ആർ സഫറിങ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് വേറെ കൺട്രിയിലാണെങ്കിൽ വിത്തിൻ ഇന്ത്യ ആണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ കല്യാണം കഴിച്ചു, പക്ഷേ ദേ ആർ ലിവിങ് സംവെയർ എൽസ്, ദുബായിലായിരിക്കാം അല്ലെങ്കിൽ US-ലായിരിക്കാം, ആൻഡ് ദേ ഗോയിങ് ത്രൂ ലോഡ് ഓഫ് ടോർച്ചർ. ഇവർക്ക് ചിലപ്പോൾ അടുത്ത് നമ്മുടെ പറയണ പോലെ വിളിപ്പുറത്ത് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വാട്ട് ആർ ദീസ് ഗേൾസ് സപ്പോസ് ടു ഡു? ഫസ്റ്റ് കോസ് ഓഫ് ആക്ഷൻ, ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ദുബായ് അവിടെ വെച്ചാൽ സംഭവിക്കണം. കോസ് ഓഫ് ആക്ഷൻ ഇസ് ദെയർ. ഫസ്റ്റ് തിങ് what they have to do is അവിടുത്തെ പോലീസിനെ അറിയിക്കുക, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഇതാണ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. ആൻഡ് അവിടുത്തെ police action എടുത്താൽ you know what it is. Correct, yeah. So everyone will be more cautious about it. Second, you can intimate the embassy. അതൊക്കെ ഓൺലൈൻ ത്രൂ ചെയ്യാം. അതാണ് പറഞ്ഞത്, intimate the embassy. You are not able to step out, but you have your phone. You don't have your phone, but if you are able to email them, email them. അപ്പോൾ എവ്രി വൺ വാട്ട് ഷുഡ് നമ്മൾ എല്ലാവരും ഇത് ആദ്യമേ ഇതൊക്കെ സ്വരൂപിച്ച് വെക്കണമെന്നല്ലേ പറയണം, അറിഞ്ഞിരിക്കണം. if you realize, oh, my life is going this pace, idana what I'm facing now, this is what I'm undergoing now nu parnal, you try to collect this. First you contact a lawyer, get all this information. I am not saying the lawyer contacting a case nalla, it's for the proper advice. It's like you approaching a therapist. Correct. When you have a mental breakdown or you know you're not able to focus, what do? You go for a therapy. Yes. That is so good. Yes. It helps you a lot to grow yourself. Adepole you contact somebody from where you get all this. I get a lot of calls asking idu endha cheyanda engane cheyanda. I say don't go for a case. Nanakku idu first cheyanda inna കാര്യങ്ങളാണ് അത് ചെയ്യുക. See, കേസ് കൊടുക്കാൻ പറ്റും എനിക്ക്. For me it's a beneficial thing. കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോടതി വന്നു കഴിഞ്ഞാൽ പിന്നെ it's a different thing. പിന്നെ രണ്ടുപേരും തമ്മിൽ കുറച്ചുകൂടെ ഇഷ്യൂസ് ആയി. ഓ, എൻ്റെ അടുത്തൊരു വാക്ക് പറയായിരുന്നു. അതാണ് ഫസ്റ്റ് തിങ്. വി കുഡ് റിസോൾവ് ദിസ് ഔട്ട്സൈഡ് ദ കോർട്ട്. Give that an opportunity because it's between two individuals. If you can resolve it outside the court, well and good. So if someone who really wants a divorce എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് വരുന്നൊരു തോട്ടായിരിക്കും നമ്മൾ ലോയറിന് എത്ര പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇതുപോലത്തെ NGOs ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ളൊരു എന്തായിരിക്കും, വാട്ട് ഈസ് ദ റൂട്ട്? See, lawyers, it's up to you who you choose. There are different strata. Juniors may not charge much, but everyone wants the best lawyer. When you go for the best lawyer, you end up paying them. Natural. Yes. Because you don't want to lose it. You don't want to take a chance.
അപ്പോൾ അത് അവരെ കോൺഷ്യസ്ലി ദേ ഗോയിങ് ടു എ പേഴ്സൺ ദെൻ യു കാൺ സേ ദാറ്റ് ഓ ഐ പെയ്ഡ് സോ മച്ച് ബിക്കോസ് യു ചൂസ് ദാറ്റ് പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ബീങ് ദ ബെസ്റ്റ് he or she knows I'm valuable and I'm charging. This is my charge. You can take it or leave it. So that is one. Second, if you go to an NGO or DLSA, but District Legal Service Authority, അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഒരു വക്കീൽ പാനൽ ഓഫ് ലോയേഴ്സ് ഉണ്ട്, അവർക്ക് മാറ്റർ കൊടുക്കും, അവർ നടത്തി തരും, ഒരു പൈസയും ഒരു ചിലവില്ല. ഓക്കെ. സോ ബട്ട് പീപ്പിൾ ഐ ഹവ് സീൻ അങ്ങനെ അവർ ഓപ്ഷൻസ് എടുക്കുന്നവർ വളരെ കുറവാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക്. ബട്ട് ദാറ്റ്സ് എ റോങ് ഇത്. They can try it out. ഇല്ലെങ്കിൽ you can then engage a lawyer if you're not happy. That is what happens. Ultimately നമ്മൾ എന്ത് വന്നാലും ഇപ്പോൾ ഒരു ലൈഫാണ്, നമ്മൾ ഡോക്ടർക്ക് പോവുകയാണെങ്കിൽ you want the best treatment even if you don't have the money. അല്ലേ? why do you go to the best hospital? You know that I don't. പക്ഷെ നമുക്ക് നോക്കാം എന്തായാലും ആളെ സേവ് ചെയ്യാം. അതെ, അതന്നെ ഇവിടെ ഒരു കോൺസെപ്റ്റ് നടക്കണം. സോ വിത്ത് സോ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു ചിലവരൊക്കെ ഇപ്പോൾ മില്ലുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കാം, പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെയുണ്ട്. സോ മേ ബി ഒരു ഇനീഷ്യൽ നമ്മൾ പറയുമായിരിക്കും ഒരു 6 മാസം. ബട്ട് ഡു യു റിയലി തിങ്ക് ദ അതർ പേഴ്സൺ വിൽ ചേഞ്ച് ഓവർ എ പീരിയഡ് ഓഫ് ടൈം? അല്ലെങ്കിൽ നമ്മുടെ ഒരു വേസ്റ്റ് ഓഫ് ടൈം, എനർജി, നമ്മുടെ ഏജ് ഒക്കെ വാട്ട് ഹാവ് യു സീൻ? ഇപ്പോൾ ഒരു ആൽക്കഹോളിക് ആയിരിക്കാം, ഡ്രഗ് അല്ലെങ്കിൽ ഒരു അബ്യൂസർ ആയിരിക്കാം, വീട്ടുകാർ ചിലപ്പോൾ ഗ്ലോറിഫൈ ചെയ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കും, പിള്ളേരില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഡു യു തിങ്ക് ശരിക്കും ഇവർ മാറും എന്ന് ഇൻ യുവർ എക്സ്പീരിയൻസ്? ഐ ഹാവ് സീൻ ചേഞ്ചസ്. ഓക്കെ. I have witnessed it. So if you're ready to give time and if you're ready to see or take a chance, see that after 6 months that person changes or not, change either you still have the same option of getting out of it. But if that person change, first thing, why are you giving him a chance to change? കുട്ടികളൊന്നും മാത്രമല്ല, you don't want to separate from that person. There is something which is linking with that person. That's why you prepare to give a chance. അല്ലെങ്കിൽ you will walk out. അതെ, എനിക്ക് ഒന്നുമില്ല, I don't want to see this person, അയാൾ ഇത്രയും വെറുപ്പോ അല്ലെ ദേഷ്യമാണെങ്കിൽ you will walk out. You don't want to give a chance. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ബിക്കോസ് ഓഫ് ദിസ് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, എനിക്ക് സപ്പോർട്ട് ഇല്ലല്ലോ, ആ ഫിയർ ഉണ്ട്. That's right. പക്ഷെ അത് ഇറ്റ്സ് ചേഞ്ചിങ് എ ലോട്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലൈക്ക് see I see a lot of people who are ready to take a risk. ഇപ്പം അപ്പം അവർ ഇത് society is not a issue for them. That's secondary for them, which is good. പക്ഷേ you are giving a chance because you're looking at a lot of factors. Maybe you both have invested in a flat together. One. Second, for the sake of the kids. Third, one person might have a health issue, so you don't want to leave that person in the midway and then leave. അങ്ങനെ പല കാണാം. അപ്പം that's why you're giving a chance. When you're giving a chance, it's so good because you're trying or you're telling that your partner there, I'm here for another 6 months. If you are ready to change, you can't force anybody to change. That's the first thing. So that person has to realize, yeah, I have a problem, I have a situation where I need to start acting. അതിനെന്ത് ചെയ്യണം? ഇപ്പോൾ ആൽക്കഹോളിക് ആണെങ്കിൽ അതിനുള്ള റെമഡീസ് എടുക്കണം. യു ഗോ ടു ഡി അഡിക്ഷൻ സെൻറ്റർ ഓർ ട്രൈ ടു ഡു ബൈ യുവർ സെൽഫ്. ഇഫ് യു ഹാവ് എ ബിഹേവിയറൽ ഇഷ്യൂസ്, മീറ്റ് എ തെറപ്പിസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഈഗോ ഇസ് നോട്ട് സംതിങ് വിച്ച് വിൽ ഹെൽപ്പ് യു. ഇറ്റ്സ് സംതിങ് വിച്ച് യു നീഡ് ടു കീപ്പ് ഇറ്റ് അസൈഡ് ആൻഡ് വർക്ക് ഓൺ ഹിസ് ഇഫ് യു റിയലി വോണ്ട് ടു ബി ദെയർ. അപ്പോൾ ഇതാണ്. അപ്പോൾ 6 months കൊടുക്കുന്ന ഒരു തെറ്റൊന്നുമില്ല. Then why I'm saying is after 6 months you can take the same decision. Okay, yes. If you take a decision today and then after 6 months you realize, oh, I should have given us 6 months, things would have changed. ആ ഒരു ഫീലിംഗ് വേണ്ടല്ലോ. 6 months പോണത് നമ്മൾ അറിയില്ല. അതിൽ ആ പേഴ്സൺ whoever it is, if they change, well and good. You can still. But depending on what is the abuse you are facing. Yeah. If it's a physical abuse, move out. Yeah. Give that person a chance if you want, and see whether that person changes or not. If not, you go for your separation. Okay. So what is it your message to inganta? Maybe we can't really say it's always women. I have seen men also going through. Millunum പരിചയം ഉണ്ടാവുമല്ലോ ആണുങ്ങൾ who's going through a lot of torture. നമുക്ക് പേഴ്സണലി തന്നെ അറിയാം. ഡിവോഴ്സിന് ശേഷം also there are ladies who keep troubling the men saying that you can't go ahead. ഡിവോഴ്സിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. So what is some message you want to pass on to these people? See, it's your life. You might take, I'm not saying you're taking a chance. You decide on something, you sign up for that, you get in.
After that, if you feel that, oh, this is not the place where I want to be, you always have it's your എന്താ പറയുക you have that opportunity to get out also. Nobody is forcing you. So if you think this is not the right place, this is not the right partner, you can move out. Don't abuse that person unnecessarily. If you're not in the right frame where you think no, because it's too individual. എത്ര നമ്മൾ കഷ്ടപ്പെടണം അത്ര തന്നെ ആ പേഴ്സൺ കഷ്ടപ്പെടണ്ടാവും. അപ്പോൾ ഗിവ് മ്യൂച്വൽ റെസ്പെക്ട്. ഇഫ് യു അത് എന്താ പറയുക ഒരു നമ്മൾ പറയില്ല സിങ്കായിട്ട് പോണില്ലെങ്കിൽ വേണ്ട, ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നോബഡി ഈസ് ഗോയിങ് ടു ആസ്ക് യു വൈ. നൗ തിങ്സ് ഹവ് ചേഞ്ച്. സൊസൈറ്റി ഈസ് സെക്കൻഡ്. Divorce എന്ന് പറഞ്ഞാൽ it's not a taboo anymore. It's something where you can be proud, or you can say that yes, I respected that person and I didn't want to give him that life, so I moved out. Think like that way. It's not that oh ഞാൻ എൻ്റെ ലൈഫ് നശിച്ചു പോയി because of that person, അയാൾ എന്നെ ഇത്ര ചെയ്തു. Victimize ചെയ്യാതെ there's no point, because that person will also talk bad about you. അപ്പൊ പിന്നെ you are the one who's getting affected. എന്നെ പറ്റി അങ്ങനെ എന്തൊക്കെ മോശമായി പറയണം, it affects you. So then you are like അങ്ങോട്ടും ഇങ്ങോട്ടും ലീവ് ഇറ്റ്. ഇപ്പം നമ്മൾ കണ്ട കേസസിലാണെങ്കിലും ഈ കുട്ടികളൊക്കെ കോൺസ്റ്റന്റ്ലി ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു പാരൻസിൻ്റെ അടുത്ത്. വി ആർ ഹിയറിംഗ് ദ വോയിസ് നോട്ട്സ്, എനിക്ക് പറ്റുന്നില്ല. സോ വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട് ടു ടെൽ ദ പേരൻസ്? That's what I said first. Parents ആദ്യം തൊട്ടേ, especially for girl, I won't say, I will not discriminate. Girls ആണെങ്കിലും boys ആണെങ്കിലും പറയണം, you have an issue, we are here. You have a problem, open up. We are not going to judge you. നീ അങ്ങനെ ചെല്ല അഡ്ജസ്റ്റ് എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോഴും ഞാനും വൈഫിനോട് ചിലപ്പോൾ വഴക്കൂടുമ്പോൾ പറയുന്നുണ്ട് അഡ്ജസ്റ്റ്. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ റൈറ്റ് തിങ്. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷേ നമ്മളെന്താ മനസ്സിലായി, അറ്റ്ലീസ്റ്റ് നമ്മുടെ പിള്ളേരെ അടുത്ത് നമ്മൾ പറയേണ്ട യു ഹാവ് എ പ്രോബ്ലം, റീച്ച് ഔട്ട്. ആ കോൺഫിഡൻസ് മതി അവർക്ക്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും അവർ വന്ന് നമ്മുടെ അടുത്ത് പറയും. ആൻഡ് യു ഹാവ് ടു ബി ദെയർ, പ്രസൻറ്റ് ഫോർ ദം. It'll give. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എസ്പെഷ്യലി ഒരു ലൈഫ് ദാറ്റ് ഈസ് ഈ മാരിറ്റൽ ലൈഫിൽ they'll come and tell you ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്. ആൻഡ് ദെൻ they will also be able to assess themselves. Is this something which I can handle it? No. If I can't, okay, let me just call up my father അല്ലെങ്കിൽ mother. I know they are there. ഒരാൾ ഉണ്ടായാൽ മതി. ഇറ്റ്സ് സോ കോൺഫിഡൻറ്റ്. ബിക്കോസ് ഞാൻ അത് കണ്ടിട്ടുള്ളതാണ്. പേഴ്സണലായിട്ടാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ മോൾക്ക് മേജർ ഇഷ്യൂ ഉണ്ടെങ്കിൽ what she tells എൻ്റെ വൈഫിൻ്റെ അടുത്ത് I'll tell അച്ഛ. അതേപോലെ തന്നെ എൻ്റെ സിസ്റ്ററെ മക്കൾ സ്കൂളിൽ എന്തുണ്ടെങ്കിലും വന്നിട്ട് പറയും. ബിക്കോസ് ഷീൽ ഗോ ആൻഡ് ഫൈറ്റ്. I'm not saying you to go and fight and argue, but they have that strength. That makes a lot of difference. അതാണ് I have always noticed. Like them. So recently എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഐ തിങ്ക് ദേ വർ കപ്പിൾ, ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്, ദേ വർ ടോക്കിംഗ്. അതിൻ്റെ ഇടയിലൊരു അടി വന്നു. ആൻഡ് പെൺകുട്ടി ഒരെണ്ണം കൊടുത്തു, ആൺകുട്ടി തിരിച്ച് 3-4 എണ്ണം കൊടുത്തു. പെൺകുട്ടി നിലത്ത് വീണു. സോ ഐ എം വിറ്റ്നസിങ് ഇറ്റ്. സോ ആസ് എ തേർഡ് പേഴ്സൺ നമ്മൾ അങ്ങനെയൊക്കെ ചിലത് കാണുമല്ലോ. ചിലപ്പോൾ നമ്മുടെ നെയ്ബറിങ് ഹൗസിലായിരിക്കാം എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇഷ്യൂസ് കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് തിങ് ഓടിക്കറി അതിനകത്ത് പോയി പെടാറില്ലേ, വേറെ ഒന്നല്ലേ അടി കിട്ടാൻ നോക്കുക, അത്രേ ഉള്ളൂ. അല്ല, അപ്പാർട്ട് ഫ്രം ജോക്സ്, ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഒരു പേഴ്സൺ ഇസ് ദെയർ ടു വോളണ്ടിയർ ആൻഡ് കോണ്ടാക്ട് ദ പോലീസ്. ഇറ്റ്സ് ഹെൽപ്ഫുൾ ഫോർ ദാറ്റ്. വെൻ ദർ ഇസ് എ ഫൈറ്റ്, ഒരു പേഴ്സൺ എന്ത് വന്നാലും കുറച്ച് വീക്കായിരിക്കും. ദാറ്റ് പേഴ്സൺ ഇസ് ആക്ച്വലി ലുക്കിംഗ് ഫോർ എ ഹെൽപ്പ് ആൻഡ് ദ തേർഡ് പേഴ്സൺ ഇസ് ദെയർ. Rather than getting involved and trying to resolve it, it's a lot of effort. You may be good or not. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് അത് എത്ര. പക്ഷെ കോൾ ദ പോലീസ്. ദേ ഹാവ് എ റൈറ്റ്. അവർക്കതൊരു ഡ്യൂട്ടിയാണ്. പ്ലസ് അവർക്ക് അതിൽ ഇൻവോൾവ് ചെയ്യാം. ബീങ് എ തേർഡ് പേഴ്സൺ, ഞാൻ അതിൽ കയറി ഇൻവോൾവ് ചെയ്യാൻ തേർഡ് പേഴ്സൺ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇവിടെ നിന്ന് ചോദിക്കാം. ദെൻ യു ആർ കട്ട് ഓഫ്. പിന്നെ യു ആർ സ്റ്റക്ക്. അതിനായിട്ടല്ല യു ഫസ്റ്റ് വോളണ്ടി കോൾ ഓഫ് ദ പോലീസ്. ഇന്ന ലൊക്കേഷൻ, ഇന്ന പ്ലേസിൽ ഇങ്ങനെ സംഭവം ഉണ്ട്, ഞാനവിടെ ഉണ്ട് സാർ, ഇതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ദേ ഓൾറെഡി ഗെറ്റ് യുവർ നമ്പർ. അപ്പോൾ അവരും എത്തി എന്തായെന്ന് അവരും ചോദിക്കും, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് അവരെത്തും. ആൻഡ് അതാണ് നമ്മൾ അലേർട്ട് ചെയ്യേണ്ടത്. റാദർ ദാൻ നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ട് ഫീലിംഗ് ബാഡ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ പ്രൂഫായിട്ട് വല്ല വീഡിയോ അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ദ സാഡ് പാർട്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ട ഇതുപോലെ എറണാകുളം MG റോഡിൽ രാത്രി ഒരു കപ്പിൾ, ഒരു 2 ബോയ്സുണ്ട്, ഒരു ഗേളുണ്ട്. അവർ
they got out from a restaurant, come bar. അവർ തമ്മിൽ എന്തോ ഇഷ്യുണ്ട്, അവർ തമ്മിൽ വഴക്കുള്ള വലിയ അങ്ങോട്ടുണ്ട്. I saw people standing and taking video. ഇതൊരു ഫോൺ is something your personal thing. It is for you to communicate because of your emergency എന്തെങ്കിലാണ്. It's not for a tool to misuse അല്ലെങ്കിൽ intrude into somebody's privacy. Please, അതാണ് you understand. നമ്മൾ കണ്ടിട്ടുണ്ടോ എവിടെ പോയാലും ആൾക്കാർ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. Why? I don't understand. What's the thrill that you're getting it? Why do you want to just, will you be happy? ഇപ്പം ഞാൻ എന്നെ ഒരാൾ വീഡിയോ എടുത്താൽ you become conscious, you like wondering why. We can always ask them to delete it, right? എന്താ ചെയ്യണം? അതൊരു പിന്നൊരു ഇഷ്യൂ അല്ലേ, ഒരു കൺഫ്രണ്ടേഷനായി. എന്തിനാ ഇത്? why are people ബസ്സിൽ I've seen. അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്കിംഗ്. അതിപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ പോലും ഓൺലൈൻ പല പല പേരുകൾ ഉണ്ടാക്കി പല ഇത് നമ്മളെവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു, അത് ഇപ്പോൾ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അതിലൊക്കെ, അല്ലെങ്കിൽ പല നമ്പറുകളിൽ നിന്നിരുന്ന് വിളിക്കുക, മെസ്സേജ് അയക്കുക. അതപ്പോൾ ഒരാളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തൊരാളാണ്, ഇന്ന ആളെ നമുക്ക് ചെയ്യണമെന്ന് നമുക്ക് എക്സാക്ട്ലി അറിയാം. സോ വാട്ട് ക്യാൻ വി ഡു? There are different kind of stalking. ഒന്ന് പലരും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എത്രയും ഭയങ്കര സ്നേഹം ലവാണ്, അതുകൊണ്ട് ഞാൻ നോക്കണതാണ്, എനിക്ക് ഇവരെ കണ്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഞാൻ പേജ് കയറുന്നു നോക്കുന്നു. ഫൈൻ, ആസ് ലോങ് ആസ് അവിടെ നിൽക്കുകയാണ്, യു ആർ നോട്ട് മിസ്യൂസിങ് ഇറ്റ്, അതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഫൈൻ. ബട്ട് യു ആർ ഏബിൾ ടു റിയലൈസ് ബിക്കോസ് അതിൻ്റെ സ്റ്റോക്ക് ചെയ്യണമെന്ന് മനസ്സിലായി. പക്ഷെ അതൊരു പാസീവ് സ്റ്റോക്കിംഗ് ആണ്, അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ഉപദ്രവമില്ല. Again, police. Because under the Information Technology Act and such, അവർക്ക് കേസ് എടുക്കാം. കേസ് എടുത്താൽ അപ്പോൾ അവർക്ക് they have the system to even find how when എപ്പോഴെന്തൊക്കെയാണ് ഇയാൾ ചെയ്തതെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. whoever it is. അവരത് മനസ്സിലാക്കി അപ്പം തന്നെ അയാളെ വിളിക്കുന്നു, ആദ്യം നിർത്തോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു, നിർത്തില്ലെങ്കിൽ they'll lodge an FIR. എത്ര കേസുകളുണ്ട് അങ്ങനെ? അല്ല, ഇത് എനിക്ക് പരിചയമുള്ള ഒരാളുടെയാണ്. ഹീ ഗോട്ട് മാരീഡ് ആൻഡ് പുള്ളിയുടെ എക്സ് വൈഫ് സിറ്റ്സ് ആൻഡ് സ്റ്റോക്സ് ദ പ്രസൻറ്റ് വൈഫ്. അപ്പോൾ അത് സ്റ്റോക്ക് ചെയ്യണത് മാത്രമല്ല, പല രീതിയിൽ പലവരെ കൊണ്ട് ഫോൺ വിളിച്ച് തെറി വിളിപ്പിക്കുക, അല്ലെങ്കിൽ പല നമ്പറുകളിൽ നിന്നും വലിയ വലിയ ലോങ് മെസ്സേജസ്, ത്രെറ്റനിങ് മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സിന് ഇരുന്നിട്ട് ഷീ വിൽ സെൻഡ് മെസ്സേജസ്. സോ ഇത് the person who's goes through a lot of mental trauma, right? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്കിത് പ്രൂഫായിട്ട് പോലീസ് കേസ് കൊടുക്കാം. Of course. 100%. You have a proof, approach the police, file a case. ഈ അപ്രോച്ച് ദ പോലീസ് ആകുമ്പോൾ പിന്നെ ഒരു പ്രോബ്ലം ഉള്ള വെച്ചാൽ എല്ലാവർക്കും ഇനി ഞാൻ സ്റ്റേഷനിൽ പോകണ്ടേ, അവിടെ പോലീസിന് മുമ്പിൽ യു കൻ ജസ്റ്റ് മെയിൽ ദം. യു ജസ്റ്റ് ഗെറ്റ് ടു ദ വെബ്സൈറ്റ് കേരള പോലീസ് എറണാകുളം സിറ്റി എന്ന് അടിച്ചാൽ മതി. You'll get the names of the police officers along with their number plus email ID. You mail them. I'm saying it's mail to the station itself. അവരത് അപ്പം തന്നെ അക്നോളജ് റെസീറ്റ് വരും, മെയിൽ വരും. ഇല്ലെങ്കിൽ you can call them or go there. Receipt it's a mandatory thing. 2 days they'll call you also. Okay. Depending on the ഒരു ഗ്രാവിറ്റി ഓഫ് ദി ഇഷ്യൂ കേട്ടോ. ഭയങ്കര ഇപ്പോൾ അബ്യൂസീവ് ഒക്കെ ആണ് അവർ അപ്പം തന്നെ വിളിക്കും. ഇങ്ങനത്തെയൊക്കെയാണ് ചിലപ്പോൾ അവർ മെല്ല വെച്ചാൽ അതേ അപ്പൊ അത് ഉണ്ടാവും. ഇല്ലെങ്കിൽ യു ക്യാൻ കോൾ ദം ആൻഡ് സേ ദാറ്റ് ഇങ്ങനെയാണ്. ആൻഡ് ഇപ്പം ഇറ്റ്സ് ഓൾ ചേഞ്ച്ഡ്. സോ നമുക്കൊരു ഒരിക്കലും ഒരു ഫിയർ വേണ്ട, എനിക്ക് ആരും ഇല്ലാന്ന്. ദർ ആർ എന്താ പറയുക ഡിഫറെന്റ് അതോറിറ്റീസ്, ഫോറംസ് ഫോർ യു. വി വർ ടോക്കിംഗ് അബൌട്ട് മാരേജും ഇതൊക്കെ. ഇപ്പോൾ കണ്ടുവരുന്ന വേറൊരു മാരേജൊക്കെ പേടിച്ചിപ്പോൾ ഓൾമോസ്റ്റ് എവരി വൺ ഇസ് ലിവിങ് ടുഗെദർ. നമുക്ക് പരിചയമുള്ള ഒരുപാട് പേര് തന്നെ ഉണ്ട്. ദേ ആർ ലിവിങ് ടുഗെദർ ബിക്കോസ് ലിവിങ് ടുഗെദർ ഇസ് നോട്ട് എനിമോർ ഇല്ലീഗൽ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് എ ലീഗൽ തിങ്. നമുക്ക് ലിവിങ് ടുഗെദർ. പക്ഷേ ഈ ലിവിങ് ടുഗെദർ സമയത്തും ടോക്സിക് പാർട്ട്ണർ ആവാം, നമ്മളെ അടിച്ചു എന്ന് വരാം, വെർബൽ അബ്യൂസ് ഉണ്ടാവാം, നമ്മുടെ സ്വത്തിൽ കൈവയ്ക്കുകയോ, അതൊക്കെ ഇതിലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഇതൊക്കെ ഒരു പാർട്ട്ണർ ചെയ്തു എന്ന് വരാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ഇപ്പോൾ അങ്ങനത്തെ ഒരു ലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഉണ്ടോ ടു പ്രൊട്ടക്ട് ദ ഗേൾ ഓർ ദ ബോയ്? There you become, because again marriage is ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സോ അതിന് നോക്കിയിട്ടാണ് laws developed into where family law എന്ന് പറയുന്ന സാധനം. Now this is new concept, living together, and then you undergo any of this. So you're not a husband and wife. You've entered into a contract. We'll live to 5 years, we'll share things, we'll use the same house, പലതും ഉണ്ടാവും.
അവിടെ if you undergo or you have to happen to face something like this, let's say physical abuse or verbal, or financial. anything, Yeah. you are an individual, Yeah. you can file a case. ബിക്കോസ് അപ്പം ഫാമിലി എന്നുള്ള ലോ അല്ല അവിടെ അപ്ലിക്കബിൾ. അവിടെ അപ്പോൾ IPCയും ഇപ്പോഴത്തെ ഇത് ആ പ്രൊവിഷൻസ് വിൽ കം ഇൻ ടു ഫോഴ്സ്. പോലീസ് വിൽ ചാർജ്. ദർ ആർ കേസസ്. അത് ഇഷ്ടംമാരെ ഉണ്ട് അങ്ങനെ. എത്ര കേസസ് ഉണ്ട് അങ്ങനെ. എന്നെ മിസ്യൂസ് ചെയ്തു, എൻ്റെ പൈസയും കൊണ്ടുപോയി, പിന്നെ അയാൾ കടന്നുപോയി, അയാളെ കാണാനില്ല. എത്ര കേസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ എന്ത് വെച്ചാൽ ദി പ്രൊവിഷൻസ് വിച്ച് ദി കോൺസ്റ്റിറ്റ്യൂഷൻ or rather the central government has brought in under the എന്താ പറയുക penal code, that comes into effect. അപ്പോൾ അതാണ് അതിനുള്ള പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ ഞാൻ റീസെൻ്റ്ലി കണ്ട ഒരു ഫേമസ് ന്യൂസും കൂടിയാണ്. മേ ബി ഒരു കൺസെൻറ്റഡ് റിലേഷൻഷിപ്പിലായിട്ട് ബ്രേക്കപ്പ് ആയ അല്ലെങ്കിൽ ഒരു പിരിഞ്ഞതിന് ശേഷം എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നെ അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേസ് വരുന്നത്. ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു വാലിഡിറ്റി? See, do you see cases like that? Of course. Yeah. It's with consent. And there are cases where, see, especially it comes with, power structure വെച്ചിട്ടാണ്. They might be expecting something അല്ലെങ്കിൽ ഒരു എന്ത് വേണമെങ്കിലും ആവാം. ഒന്ന് മേ ബി യുവർ ഹേർട്ട്, യു ബീൻ ഹേർട്ട്, സോ അന്ന് ഞാൻ തിരിച്ചൊരു വെഞ്ചൻസ് പോലെ. അതെ. അല്ലെങ്കിൽ അയാളെ ഐ വോണ്ട് ടു അയാളെ നശിപ്പിക്കണം എന്നുള്ളൊരു അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് ചെയ്യണവരുണ്ട്. അതല്ലാതെ there are people who feel like I've been used. അതുകൊണ്ടാണ് ചെയ്യണം. പക്ഷേ my question is, why didn't you do it in the first instance? That's rape. Where you're not comfortable without your permission. That's been instance where you invited him, you've taken a hotel room, that's with your consent. Yeah, I agree. ചിലർ എന്നെ ടോർച്ചർ ചെയ്ത് അല്ലെങ്കിൽ എന്നെ സ്ഥിരമായി പെർസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് യു ക്യാൻ ഓൾവേസ് ടേക്ക് എൻ ആക്ഷൻ ആദ്യമേ. അതുകൊണ്ടാണ് യു ബിക്കം വീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. ബിക്കോസ് കോർട്ട് നോക്കുമ്പോൾ പല യു ട്രാവൽ വിത്ത് ഹിം, അല്ലെങ്കിൽ യു ബീൻ ടു എൻ ഹോട്ടൽ വിത്ത് ഹിം, you are permitted that person to come to your house. You had an opportunity to stop all this if you were not comfortable with it. So there was a consent. അതാണ് why fine. പക്ഷേ unfortunate. Because ultimately either way, ഇപ്പോൾ ഒരു ബോയ് ഒരു ആണാണെങ്കിലും വുമൻ ആണെങ്കിലും to end up in such a way is quite unfortunate. So we have seen instances like this and court has acted accordingly. But that is why I say every case is different. Every case depends on the facts of each case. There is no standard rule of law where court says, oh, rape, done. You go. Yeah. You are behind the bars for rape initially because you are under investigation. After investigation, the police either files a report where they say, yeah, you are involved in this or not. You're out. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഈച്ച് കേസ് ടു കേസ്. അതാണ് നമുക്ക് കുറേ സ്ത്രീകളുടെ കാര്യത്തിൽ അവർ ഇതിൽ നിന്നൊക്കെ പുറത്തിറങ്ങാതിരിക്കണതിന് ഒരു റീസൺ ഇസ് ബിക്കോസ് വീട്ടുകാർ സപ്പോർട്ട് ചെയ്യണില്ല എന്നുള്ളൊരു കാര്യമാണ്. അങ്ങനെ സപ്പോർട്ട് കിട്ടാത്ത കുട്ടികൾക്ക് ഈസ് ദർ എനി NGOs or any other legal organizations they can ask for help? There are numerous. There are a lot of NGOs. One is, for example, Raga society on it. It is purely against anti-dowry. Say no to dowry on our tagline or what them the motto is. So you can contact them. They'll help you. They'll give you all the assistance, like starting from depending on each case. അതിൻ്റെ ഇപ്പോൾ ലീഗലാണ് അസിസ്റ്റൻസ് വേണമെങ്കിൽ അത് തരും. ഓർ യു വോണ്ട് എന്താ പറയുക മെൻ്റൽ ഒരു വെൽബീയിങ്ങിനുള്ള അസിസ്റ്റൻസ് ആണെങ്കിൽ അതിനുള്ള തെറപ്പിസ്റ്റിനായിട്ട് കണക്ട് ചെയ്ത് തരും. അങ്ങനെ തന്നെ ദേ ഡു ഇറ്റ്. So it's for the welfare of the people. So there are NGOs who does. ഇതൊന്നുമില്ലെങ്കിൽ DLSA, District Legal Service Authority, you go there, you make a complaint, there's a panel of lawyers. അതും അവർ ഹെൽപ്പ് ചെയ്യും. അവിടെ നിന്ന് ഓട്ടോമാറ്റിക്. സോ DLSA in charge is always the head is a district judge ആണ്. They have a secretary who is another cat. അപ്പോൾ അവർ they are all into this. I mean that helps people. Ultimately these are the forums where it's given to the benefit or for them to utilize it. പക്ഷെ അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ they are not fully happy with it. Like ഞാൻ പോയാൽ അവർ എനിക്ക് ചെയ്തു തരുമെന്ന്. They do their best. If you're not happy, then you can switch to a lawyer. പക്ഷെ അതുവരെ you can explore it. അതെ.
അതാണ് എൻ്റെ. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ്, ഒരു 2-3 years മേ ബി ദേ മൈറ്റ് ബി ഇൻ എ റിലേഷൻഷിപ്പ് അല്ലായിരിക്കാം, വി ഡോണ്ട് നോ. പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം വന്നിട്ട് റേപ്പ് അക്യൂസ് ചെയ്യുക, എനിക്ക് മാരിറ്റൽ പ്രോമിസ് തന്നു, അങ്ങനെ പല രീതിയിൽ അക്യൂസേഷൻസ് വരാറുണ്ട്. ചിലപ്പോൾ ബോസ് ആയിരിക്കാം, കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും, കുറേ കാലം കഴിഞ്ഞു എന്ന് പറയും ഇല്ല ഹി വാസ് മിസ്യൂസിങ് മീ. അങ്ങനെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് കുറേ കാലങ്ങളായിട്ട്. യു മസ്റ്റ് ഹാവ് ഓൾസോ പേഴ്സണലി വിറ്റ്നസ്ഡ് അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടാവും. സോ ഇത് എങ്ങനെയാണ് കോടതി ഇതിനെ നോക്കിക്കാണുക? സി ആസ് എ സെഡ്, ഓരോ കേസ് അതിൻ്റെ ഫാക്ട്സ് ആണ് കോർട്ട് വിലയിരുത്തുക. സോ ഫാക്ട്സ് ബേസ് ചെയ്താണ് ആസ് എ ലോയർ വി പ്രസൻറ്റ് ബിഫോർ ദ കോർട്ട്. ഇതിൽ എവിഡൻസ് ഉണ്ട്, അതാണല്ലോ പ്രൈമറി തിങ്. ഫാക്ട്സ് വെച്ചിട്ട് അത് നമ്മൾ സബ്സ്റ്റാൻഷ്യേറ്റ് വിത്ത് എവിഡൻസ്. അപ്പോൾ ഒരാൾ ആദ്യം പോലീസ് FIR ഇട്ട് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യണത് ഇസ് ഓൺലി പാർട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഡസന്റ് മീൻ ദാറ്റ് ഹി ഈസ് എ അക്യൂസ്ഡ്. or he has done the crime എന്നില്ല. ആയിട്ടില്ല. ഇറ്റ് ഈസ് ആഫ്റ്റർ ദ ഇൻവെസ്റ്റിഗേഷൻ ഫൈനൽ റിപ്പോർട്ട് ഇസ് ഫൈൽ. ഫൈനൽ റിപ്പോർട്ടിലാണ് ക്ലിയർ ആയിട്ട് വരാം. ദാറ്റ് ഇസ് ബിക്കോസ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് ഫൈനൽ റിപ്പോർട്ട്. ആദ്യം ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണല്ലോ FIR, അത് കഴിഞ്ഞാണ് ഫൈനൽ റിപ്പോർട്ട്. ഫൈനൽ റിപ്പോർട്ട് കഴിഞ്ഞാൽ പിന്നെ ദെൻ അഗെയിൻ ഹി ഹാസ് ആൻ ഓപ്പർച്യൂണിറ്റി, whoever is the accused, to ഡിഫെൻസ്. ആൻഡ് അതിൽ ക്ലാരിറ്റി ആക്കി ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നാൽ കോർട്ട് മൈറ്റ് അക്യൂട്ട് ദാറ്റ് പേഴ്സൺ. സോ ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് സേ മീഡിയ ട്രയൽ ഇസ് അൺഫോർച്ചുനേറ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താ, മീഡിയ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്ത് അവരങ്ങോട്ട് ആളെ അകത്തായി. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റാണ് യു കം ടു നോ ആഫ്റ്റർ ദ കോർട്ട്. സോ കോർട്ട് ഗോസ് ബൈ ദി പ്രൊസീജിയർ. So that's why court doesn't go by media or paper reports, nothing. Well, court എന്താ പറയുക, ഫാക്ട്സ് നോക്കുക, അത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസ് നോക്കുക, then they pronounce the judgment. അതിൽ നമ്മൾ ലാസ്റ്റ് അറിയുള്ളൂ ഇയാൾ ഷി ഹാസ് ഡൺ എനി ഒരു എന്താ പറയുക അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ക്രൈം ഇല്ലേന്ന് അറിയാൻ പറ്റില്ല. സോ യുവർ ക്വസ്റ്റ്യൻ വാസ് false promise. കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പല കാര്യങ്ങളും അതിന് കേസാണ്. Come in. There are provisions in law by which FIR will be registered. അത് സബ്സ്റ്റാൻഷ്യേറ്റ് എവിഡൻസ് ഉണ്ടോ, ഇത് എവിടെ പറഞ്ഞു, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നോക്കുക. കുറേ വില ഇരുത്തിയിട്ടാണ് കോർട്ട് ഡിസൈഡ് ചെയ്യുള്ളൂ. അല്ലാതെ ജസ്റ്റ് ബിക്കോസ് ഒരു ചായ കുടിച്ചപ്പം ഞാൻ കല്യാണം കഴിക്കാട്ടോ എന്ന് പറഞ്ഞത് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഐ മീൻ ഈ ഒരു ഏരിയയിൽ ആരും വിൽ നോട്ട് ജസ്റ്റ് ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്. ദേ ഹാവ് ടു, ഇറ്റ് ഹാസ് ടു ബി സബ്സ്റ്റാൻഷ്യലി ഒരു സാറ്റിസ്ഫൈങ് രീതിയിൽ ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മളത് വിലയിരുത്താൻ പറ്റുള്ളൂ. അതെ, സ്ത്രീകൾ അങ്ങനെ ചെയ്യാനുള്ള റീസൺസ് എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിൽ? ഇഫ് ഇറ്റ്സ് എ ഫേക്ക് ഒരു ഇതാണെങ്കിൽ, സി ഇറ്റ് ക്യാൻ ബിക്കം കോൺട്രവേഴ്ഷ്യൽ ഇഫ് ഐ മേക്ക് ദ സ്റ്റേറ്റ്മെന്റ്, ബട്ട് സ്റ്റിൽ vulnerability, one aspect. Second, you get attracted to that person, or you are fully in love and you just go by whatever he says, you are able to buy it. Unfortunately, fortunately, you believe that person. Third, you want to, there's a lot of hope in that. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർ അറിയാൻ പറ്റി പോണായിരിക്കാം. സോ യു, ബട്ട് അഗെയിൻ ആസ് ഐ ഓൾവേസ് സേ, എൻ്റെ അടുത്ത് പറഞ്ഞവർ പറയും അറിയായിരുന്നു ഹി വാസ് മാരീഡ്, അപ്പോൾ എന്താ ഇല്ല അയാൾ പറഞ്ഞ് ഡിവോഴ്സ് ആവും. ഐ സെ വൈ കുണ്ട് യു വെയിറ്റ് ഫോർ ഇറ്റ്? പറ്റിപ്പോയി സാർ. ദാറ്റ്സ് നോട്ട് ആൻ, എനിക്കതൊരു ഗ്രൗണ്ട് അല്ല കൂട്ടി പറയാനായിട്ട് പറ്റിപ്പോയെന്ന്. ഇറ്റ്സ് സംതിങ് മോർ ദാൻ ദാറ്റ് ഐ നീഡ്. സോ വാട്ട് ഐ ട്രൈ ടു ബിൽഡ് അപ്പ് ദ മാറ്റേഴ്സ് ഓർ കേസ് ഇസ് സെയിങ് ദാറ്റ് ഷി വാസ് മെയ്ഡ് ടു ബിലീവ് ദാറ്റ് ഇന്ന കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ ഇറ്റ് ഓൾ, ദാറ്റ്സ് വൈ സെഡ് every case depends on the facts. There is no hard and fast rule that this person is an accused, so he'll have to go behind the bars. അങ്ങനെ ഇല്ല. കോടതി എല്ലാം വിലയിരുത്തിയേ ചെയ്യുക. I believe in justice. Okay. For which, for my client, I have to do my best to see ആ ഫ്രെയിംവർക്കിൽ എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത്. That's the duty of a lawyer. If you really want to fight for your client. എല്ലാവരും പറയും വക്കീൽമാർ കള്ളത്തരം പറയും. So we don't make up. ഞങ്ങൾക്ക് തരണ ഫാക്ട്സ് വെച്ചാൽ ഞങ്ങൾ കേസ് പ്രസന്റ് ചെയ്യാം. അതിൽ കള്ളത്തരം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ തന്നെ ഞങ്ങൾ ക്ലാരിഫൈ ചെയ്ത് അത് ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാവും. അത് ബേസ് ചെയ്താൽ ചെയ്യാം. അപ്പോൾ ഇത് കള്ളത്തരം പറഞ്ഞിട്ടല്ല, കോടതി എന്ന് പറഞ്ഞ ജഡ്ജ് ഇതെല്ലാം നോക്കിയിട്ടാണ് അങ്ങനെ മനസ്സിലായത് കള്ളത്തരമാണോ ഇല്ലേ. സോ ആ കാലമൊക്കെ മാറി. ഇതിപ്പോൾ എല്ലാം ഐ വുഡ് സേ സിസ്റ്റം ഹാസ് ചേഞ്ച്ഡ്. ഐ ബിലീവ് ഇൻ ജുഡീഷ്യറി ആൻഡ് ലെറ്റ് മീ ടെൽ യു, കേരള ഇസ്
99.9% clean. Yeah, it's clean. അതിൽ വേറെ ഒന്നും ഇല്ല അതിൽ ഇവിടെ. That's what I, with my parents been in this profession for the last 65 years, 60 years, me being there for more than 20 years, I've seen this. I believe in I trust and I believe in judiciary, and they are very good. തെറ്റ് പറ്റാം ജഡ്ജിന് ചിലപ്പോൾ. They are also human. ചിലപ്പോൾ അവർ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിപ്പോ, and you have an appeal provision. You take an appeal. That's not the end of the road. മനസ്സിലായി. അതാണ് law functions like that. Okay. Thank you so much, Millu, for coming to my first episode of season 2. Enike personally, your biggest takeaway is opening up is empowerment. That I think that is going to stay in my mind forever. So thank you so much. I wish you all the very best, and I'm so grateful that you thought about me and you invited me. Well, I should say this, that you've taken so much effort. പലർക്കും പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടാവും, ചെയ്യാൻ അത് പുറത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ചിലർക്ക് മടിയുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് സമയം ഉണ്ടാവില്ല. I know how busy you are. You have so many entrepreneurs. You are an entrepreneur with so many aspects like Bobo, പിന്നെ your books. Yeah, bookstore. Yeah. So അതെല്ലാം ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സമയം കണ്ടുപിടിച്ചിട്ട് it's a forum from where you are actually generating to the public ഒരു awareness. See, that is not easy. Not everyone will take that effort and initiative. I am so grateful that I could be part of this, and I wish you all the very best. And I hope people are aware of their rights, and they are able to act and take care of themselves. That matters a lot in this world at present. Yeah. Thank you so much. Thank you. So thank you all for watching this episode, and see you for the next one.